കേരളത്തിലെ ആ പഴയ പ്രൗഢിയും ഐശ്വര്യവും ഇന്നും വിളിച്ചോതുന്ന മണ്ണാണ് മേലപ്പാട്. അവിടുത്തെ ആകാശം മുട്ടുന്ന വലിയ തറവാട്ടിലേക്ക് നോക്കി നാട്ടുകാർ എന്നും ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കും. ആ മേലപ്പാട് തറവാട്ടിലെ ദാമോദരൻ തമ്പിയുടെയും ദേവിക അന്തർജനത്തിൻ്റെയും ഒരേയൊരു മകനാണ് ജഗന്നാഥവർമ്മ. അവൻ്റെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആരും പറയില്ല 37ാമത്തെ വയസ്സിൽ പ്രായം ആ ശരീരത്തെ സ്പർശിച്ചിട്ടുണ്ടെന്ന്. നേരെ മറിച്ച് ഒരു 27കാരൻ്റെ ചോരത്തിളപ്പും ചുറുചുറുക്കും അവൻ എപ്പോഴും പ്രകടമായിരുന്നു. റൺവേയിൽ ചുവടുവെക്കുന്ന ഒരു അന്താരാഷ്ട്ര മോഡലിനെ ഓർമ്മിപ്പിക്കുന്ന ഒതുങ്ങിയ നടത്തം, അളന്നു മുറിച്ച പോലെയുള്ള വസ്ത്രധാരണം, ആൺപെൺ ഭേദമന്യേ ആരും ഒന്ന് നോക്കിപ്പോകുന്ന കാന്തിക വ്യക്തിത്വം. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അവൻ്റെ ആ ശാരീരിക സൗന്ദര്യം കാണുമ്പോൾ തന്നെ പ്രായം 10 വർഷം പുറകോട്ടോടും. മേലപ്പാട് എന്ന് കേട്ടാൽ ആ നാട്ടിലെ കുട്ടിപ്പട്ടാളത്തിന് പോലും അറിയാം അത് വെറുമൊരു തറവാട്ടു പേരല്ല എന്ന്. മറിച്ച് അതൊരു വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ്. തലമുറകൾ കൈമാറി വന്ന പ്രതാപത്തിന്മേൽ ജഗൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുക്കിയ സാമ്രാജ്യം. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ പാടെ ജഗൻ ബിസിനസിൻ്റെ അമരത്തേക്ക് ചുവടുവെച്ചു. അന്ന് തൊട്ട് ഇന്നുവരെ അവന് തോൽവിയെന്ന് അറിഞ്ഞിട്ടില്ല. എതിരാളികൾ അസൂയയോടും ഭയത്തോടും അവനെയും വിളിച്ചു. ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല മേലപ്പാട് ഗ്രൂപ്പിൻ്റെ ബിസിനസ്. ചെന്നൈയും കടന്ന് യു.എ പോലെയുള്ള വമ്പൻ രാജ്യങ്ങളിലേക്ക് വരെ അവരുടെ ബ്രാൻഡുകൾ വേരൂർന്നിയിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ടെക്സ്റ്റൈൽസ് അങ്ങനെ നീളുന്ന അവരുടെ ബിസിനസ് ശാഖകൾ. എന്നാൽ കോടികൾ മറിയുന്ന ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാകുമ്പോഴും ജഗൻ്റെ ഉള്ളിലൊരു യഥാർത്ഥ പ്രണയം മറ്റൊന്നിനോടാണ്. അവൻ്റെ ജീവനും ശ്വാസവും മോഡലിംഗ് മാത്രമായിരുന്നു. കോർപ്പറേറ്റ് മീറ്റിങ്ങുകളിലെ സ്യൂട്ടിനേക്കാൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെ ലൈംലൈറ്റിൽ നിൽക്കാനായിരുന്നു ജഗന്നാഥവർമ്മയ്ക്ക് എന്നും താൽപ്പര്യവും. ബിസിനസ് ലോകം അവനെ ഭയത്തോടെ നോക്കിയപ്പോൾ ഫാഷൻ ലോകം അവനെ ആരാധനയോടെ നോക്കി. ആരും കൊതിക്കുന്ന ആഡംബരങ്ങൾക്കിടയിലും ജഗൻ തൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സമയവും നൽകിയത് ആ ഫാഷൻ ലോകത്തിന് വേണ്ടി മാത്രമായിരുന്നു. സർ, നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ഡിസൈൻ നമ്മുടെ കയ്യിൽ ഇല്ലെന്നാണ് ക്ലയൻറ്റ് പറയുന്നത്. നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു ഡിസൈനും അവർക്കൊട്ടും തൃപ്തികരമായി തോന്നിയിട്ടില്ലത്രേ. തൻ്റെ എയർ കണ്ടീഷണർ ചെയ്ത ആഡംബര ക്യാബിലെ ലെതർ കസേരയിൽ ചാരിയിരിക്കുകയാണ് ജഗന്നാഥ് വർമ്മയുടെ മുന്നിലേക്ക് ഭയത്തോടെ വന്നു നിന്ന് പേഴ്സണൽ അസിസ്റ്റൻ്റായ ആകാശ്. ആ വിവരം പറയുമ്പോൾ ജഗൻ്റെ നെറ്റിയിലെ ചുളിവ് വന്നു വീണു. എന്താ ആകാശ് നീ പറയുന്നേ? അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ നമ്മുടെ കയ്യിലില്ലെന്നോ? നമ്മുടെ ചീഫ് ഡിസൈനറെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുന്നേ, ജഗൻ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അവനോടായി കൽപ്പിച്ചു. അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ വരച്ചു കൊടുക്കാൻ അയാളോട് പറ. സർ, ആ കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തു നോക്കി. ആകാശ് അത് കേട്ടൊന്ന് നിന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി. പക്ഷേ അവർക്ക് ഇതിൽ യൂണിക്കായും വ്യത്യസ്തവുമായ ഒന്നാണ് വേണ്ടതെന്ന്. നിർഭാഗ്യവശാൽ അങ്ങനെയൊരു ഡിസൈനർ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലില്ല സർ. ഷീറ്റ്. ജഗൻ മേശപ്പുറത്ത് കൈ ചുരുട്ടി അടിച്ചു. ആ ശബ്ദത്തിൽ ആകാശ് ഒന്ന് വിറച്ചുപോയി. ഇതൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിപ്പിക്കേണ്ടേ? ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ ആകാശ്? പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും ഈ കമ്പനി വന്നിരിക്കുന്നേ? വെറുതെ ശമ്പളം വാങ്ങാനാണോ? ജഗന്നാഥൻ ആകാശിനോടായി കയർത്ത് സംസാരിച്ചു. അവൻ്റെ കണ്ണുകൾ ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. ബിസിനസ്സിലെ പരാജയങ്ങൾ ജഗന് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഒരു ശാന്തനാകാൻ വിശ്രമിച്ചുകൊണ്ട് ജഗൻ വീണ്ടും പറഞ്ഞു. അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡിസൈനർ ചെയ്യാൻ കഴിവുള്ള പുതിയ ആൾക്കാരെ നോക്കുന്നേ. നല്ല ഡിസൈനറെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഉടനെ തന്നെ പത്രങ്ങളിലും പരസ്യം കൊടുക്കുക. ആകാശിനോട് പറഞ്ഞു തീർത്തതും ജഗന്റെ ഐഫോൺ ഉച്ചത്തിൽ ബെല്ലടിക്കാൻ തുടങ്ങി. സ്ക്രീനിലേക്ക് നോക്കിയ ജഗന്റെ മുഖത്തെ ഗൗരവം പെട്ടെന്ന് മാറി. ആകാശിനോട് കൈകൊണ്ട് പുറത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ വേഗം ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ഡാഡി. മറുതലക്കിൽ നിന്നും കൊഞ്ചൽ കേട്ടു. എന്താ എൻ്റെ മോക്ക് പറ്റിയേ? എന്തിനാ ഈ സമയത്ത് ഡാഡിയെ വിളിക്കുന്നേ? ഡാഡിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ടെന്ന് എൻ്റെ മോക്കറിയില്ലേ? ശബ്ദത്തിൽ ദേഷ്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് ജഗൻ ചോദിച്ചു. ഡാഡി, ഈ അമ്മമ്മ എനിക്ക് ഐസ്ക്രീം ഒന്നും തരുന്നില്ല. പരിഭവത്തോടെ അവളുടെ ആ കുഞ്ഞു പരാതി കേട്ടപ്പോൾ ജഗന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അതിന് എൻ്റെ മോൾക്ക് നേരത്തെ തന്നെ നല്ല ജലദോഷമുള്ളതല്ലേ? അതുകൊണ്ടല്ലേ അമ്മമ്മ തരാത്തെ? മോൾ വഴക്കാളിയാകാതെ പോയി ആ ടാബ്ലറ്റ് എടുത്തു കഴിക്ക്. ഡാഡി വേഗിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോകാം. അവളെ ആശ്വസിപ്പിക്കാൻ ജഗൻ സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛൻ എപ്പോഴാ വരിക?
അവൾ ചോദിച്ചു. തീരുന്നതിന് മുമ്പേ മറുതലക്കിൽ നിന്നും അവൾ നിർത്താതെ ചുമക്കാൻ തുടങ്ങി. അവൾ അച്ഛ എന്ന് വിളിച്ചതും ആ ചുമയും കേട്ടപ്പോൾ ജഗന്റെ നെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി. അവളുടെ ശബ്ദത്തിൽ ആ സങ്കടം അവന് കൃത്യമായി മനസ്സിലായി. ആ കുഞ്ഞു മനസ്സിന് തനിച്ചാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവൾ ജഗനെ അച്ഛ എന്ന് വിളിക്കാറുള്ളത്. അല്ലാത്തപ്പോഴൊക്കെ അവൾ അവന് ഡാഡി മാത്രമാണ്. 10 വയസ്സ് പ്രായമുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവം പെൺകുട്ടി. മറ്റെല്ലാ കുട്ടികളെയും പോലെ അവൾക്കും കുറുമ്പ് കാണിക്കാനും കെട്ടിപ്പിടിച്ച് സങ്കടങ്ങൾ പറയാനും അമ്മയില്ല എന്നതായിരുന്നു ജഗന്റെ നെഞ്ചിലെ ഏറ്റവും വലിയ നോവ്. അമ്മയില്ലാത്ത തൻ്റെ മകൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ഒരുമിച്ച് നൽകാൻ ശ്രമിക്കുന്ന ജഗന്റെ ഉള്ളിലെ അച്ഛൻ ആ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനേക്കാൾ എത്രയോ വലുതായിരുന്നു. അതേസമയം മറ്റൊരു ലോകത്ത് പതിവ് പോലെ വീട്ടുജോലികളുടെ തിരക്കിലാണ് നീലിമ. മകൻ കണ്ണന്റെ കാര്യങ്ങളും ഭർത്താവ് അജയന്റെ ഇഷ്ടങ്ങളും നോക്കി നടത്തുന്നതിനിടെയാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ അടുത്ത സുഹൃത്ത് രഞ്ജനയുടെ പേര് തെളിഞ്ഞു. അതെ നീലിമ, നിന്റെ ഭർത്താവ് അജയൻ അവിടെ ഉണ്ടോടെ? അതോ ഇനി ഓഫീസിൽ വല്ല ചുറ്റിക്കളയുമുണ്ടോ അയാൾക്ക്? ഫോൺ എടുത്ത പാടെ രജനി ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ പരിഹാസവും ഒപ്പം ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. നീലിമ എന്ന് നെടുവീർപ്പിട്ടു. എന്താടി നീ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നേ? അദ്ദേഹം ഓഫീസിലാ. നീ ഇങ്ങനെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചു തീർത്താൽ മതിയോ നീലു? നിനക്ക് നല്ല പുറത്തു പോയി ഒരു ജോലി നോക്കിക്കൂടെ? നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ അജയനും കണ്ണനും മാത്രമല്ല നിന്റെ ലോകം എന്ന് നീ എന്നാണ് മനസ്സിലാക്കുക? രജനി അവളെ ഉപദേശിക്കാൻ തുടങ്ങി. ഒരു സുഹൃത്ത് എന്ന നിലയിൽ നീലിമയുടെ ഈ ഒതുങ്ങിക്കൂടൽ അവൾക്ക് വിഷമമുണ്ടാക്കിയിരുന്നു. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ രജനി? നീലിമ സ്വരമൊന്ന് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അജേട്ടന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പോയാ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? അജേട്ടന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്താൽ പിന്നെ വന്ന് ചീത്ത പറയും. എനിക്കത് കേൾക്കാൻ വയ്യ. അവളുടെ മറുപടി കേട്ടപ്പോൾ രജനിക്ക് നിരാശ തോന്നി. ഇവളുടെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് രജനി വേഗം വിഷയം മാറ്റാൻ ഒരുങ്ങി. ശരി ശരി, നീ അത് വിട്. നീ വേഗം റെഡിയാവ, നമുക്ക് പുറത്തു പോയി വരാം. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടൊന്ന് വരാം. അയ്യോ എനിക്ക് വയ്യടി. ഇനി ഞാൻ പുറത്തു പോയത് അജയൻ എങ്ങാനും അറിഞ്ഞ ആകെ പ്രശ്നമാവും. നീലിമ ഭയത്തോടെ ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നാ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. രജനി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ ബെഡിലേക്ക് ഇടുമ്പോൾ നീലിമയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അജയന് താൻ പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല. അജയന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ താൻ ചെയ്യുന്നത് മകൻ കണ്ണനും ഇഷ്ടമല്ല. അജയന് വേണ്ടുന്ന കാര്യങ്ങളും കൃത്യസമയത്ത് നോക്കി ജീവിക്കുക എന്നായിരുന്നു അവളുടെ ജീവിതം തന്നെ. എന്നാൽ അജയൻ തിരിച്ച് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം മാത്രമാണ് നീലിമയുടെ ഉള്ളിൽ അവശേഷിച്ചത്. എങ്കിലും തനിക്കും മകനും വേണ്ട സാമ്പത്തിക സാഹചര്യങ്ങളെല്ലാം അവൻ ഒരുക്കിയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷമായി. ഓരോ ദിവസം ഓരോ രീതിയാണ് അജയന്. ചിലപ്പോൾ സ്നേഹം, ചിലപ്പോൾ കടുത്ത ദേഷ്യം. ആ മൂഡ് മാറ്റങ്ങൾക്ക് മനസ്സിലാക്കാൻ നീലിമയെന്നും പ്രയാസപ്പെട്ടിരുന്നു. അതേസമയം അജയന്റെ ഓഫീസിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ക്യാബിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത് അവന്റെ രഹസ്യകാമുകയും അതേ ഓഫീസിൽ തന്നെ ജീവനക്കാരിയുമായ രേവതി. അവളെ കണ്ടതും അജയന്റെ മുഖത്തിൽ കള്ളച്ചിരി വിരിഞ്ഞു. ഇന്ന് എന്താടെ നിന്റെ വക ട്രീറ്റ് ഒന്നുമില്ലേ? അജയൻ കസേരയിൽ പിന്നിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞ ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതോ നിന്റെ ഭർത്താവിന് മാത്രമാണോ നീ ട്രീറ്റ് ചെയ്യുകയുള്ളൂ? ഞാനൊന്നും ഇല്ലേ അതിൽ? അവൻ കാപട്യം നിറഞ്ഞ ചിരിയോടെ അവളെ അടിമുടി നോക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലിരുത്തി. അയ്യോ സർ, വീട് ആരെങ്കിലും വരും. രേവതി പരിഭ്രമം അഭിനയിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ആരും വരില്ലടി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാ ശരി, നമുക്ക് 2 പേർക്കും നമ്മൾ പതിവായി പോകുന്ന ആ ഹോട്ടലിലേക്ക് തന്നെ പോകാം. എന്തേ? അവൻ അനുസരണയോടെ തലയാട്ടി. അജയൻ കാറിൻ്റെ കീ എടുത്ത് എഴുന്നേറ്റു. എനിക്കിന്ന് സ്പെഷ്യൽ മീൽസ് തന്നെ വേണം. അച്ഛൻ കാമക്കണ്ണുകളുടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി മന്ത്രിച്ചു. രേവതി നാണത്തോടെ അവൻ്റെ കൂടെ ഓഫീസ് പുറത്തേക്ക് ഇറങ്ങി. അജയൻ തൻ്റെ വികാരങ്ങൾക്ക് മുമ്പിൽ ഭാര്യയും മകനെയും പൂർണ്ണമായും മറന്നിരുന്നു. അതേസമയം വീട്ടിലിരിക്കുകയായിരുന്ന നീലിമയെ രഞ്ജിനി വീണ്ടും വിളിച്ച് നിർബന്ധിച്ച് ഷോപ്പിങ്ങിനായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എപ്പോഴും വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന കൂട്ടുകാരിക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് രജനി അതെല്ലാം ചെയ്തത് തന്നെ. അവർ വലിയൊരു ഷോപ്പിംഗ് മാൾ എത്തിച്ചേർന്നു. മാളിലെത്തിയപ്പോൾ നീലിമയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ടീ, എന്തൊരു വലിയ ഷോപ്പിംഗ് മാളത്! ഇത്രയും വലുത് ഞാൻ ആദ്യമാ കാണുന്നത് തന്നെ. കണ്ണുകൾ വിടർത്തിക്കൊണ്ട് നീലിമ രഞ്ജനയോടായി പറഞ്ഞു. വായിലേക്ക് നോക്കി നിൽക്കുന്ന കൂട്ടുകാരിയെ കണ്ട് ചിരിച്ചു. നീ എന്തിനാ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നേ? ഇതാരുടെ
എന്താണെന്ന് അറിയാമോ? മേലെപ്പാട് ഗ്രൂപ്പിൻ്റേതായത്. അവർക്ക് ഇതുപോലെയുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെയുണ്ട്. പ്രധാനമായിട്ടും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷനാണ് അവർക്കുള്ളത്. ഇവിടെയൊക്കെ ജോലി കിട്ടാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയാണ് മോളെ. നല്ല രീതിയിൽ സൗകര്യമോ യോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇങ്ങോട്ട് എടുക്കൂ. ഇല്ലെങ്കിൽ ഈ പടിവാതിൽക്കൽ പോലും നമ്മളെ കടത്തില്ല. അറിയാതെയാണെങ്കിലും ജഗന്നാഥവർമ്മയുടെ ആ സാമ്രാജ്യത്തിന്റെ തിളക്കം നീലിമയുടെ കണ്ണുകളിൽ ആദ്യമായി അന്ന് പതിഞ്ഞു. തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പേരാണ് അതെന്ന് ആ പാവം അപ്പോഴും അറിഞ്ഞിരുന്നില്ല. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വിശപ്പടക്കാൻ വേണ്ടി അവർ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് കയറി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അജയനും രേവതിയും ഉച്ചഭക്ഷണത്തിനായി തിരഞ്ഞെടുത്തതും അതേ ഹോട്ടൽ തന്നെയായിരുന്നു. രണ്ടു കൂട്ടരും വരുന്നത് രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്നാണ്. അതുകൊണ്ട് നീലിമ അജയനെ കണ്ടില്ല. എന്നാൽ രജനിയുടെ കണ്ണുകൾ കൃത്യമായി ആ കാഴ്ച ഒടുക്കി. ഒരു ആഡംബര കാറിൽ വന്നിറങ്ങി രേവതിയുടെ തോളിൽ കൈയിട്ട് ചിരിച്ചു സംസാരിച്ച് ഹോട്ടലിലേക്ക് കയറുന്ന അജയനെ രജനി കൃത്യമായി കണ്ടു. രജനിയുടെ നെഞ്ച് ഒരു നിമിഷം പടപടാന്നിരിച്ചു. പാവം നീലിമ. ഇതെല്ലാം അറിഞ്ഞാൽ എന്താകും അവളുടെ അവസ്ഥ? രജനിയാകെ പരിഭ്രാന്തിയായി. അവൾ പതിയെ നീലിമയുടെ കയ്യിൽ പിടിച്ചു തിരിച്ചു. നീലിമ, നീ അതൊന്ന് നോക്കിക്കേ. അത് നിന്റെ അജയേട്ടൻ തന്നെയല്ലേ? കൂടെയുള്ള സ്ത്രീ ആര? രജനി വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തു. നീലിമ അങ്ങോട്ട് നോക്കി. അജയൻ മറ്റൊരു സ്ത്രീയോടൊപ്പം നടന്നു പോകുന്നു. പക്ഷെ അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾ വളരെ നിസ്സാരമായി രജനിയോട് പറഞ്ഞു, ഏയ്, നീ അവരെ തെറ്റിദ്ധരിക്കേണ്ടടേ. അവർക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവും. കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ. അതുകൊണ്ടാവും അവർ ഒന്നിച്ച് പുറത്തേക്ക് വന്നത്. നീ അജയേട്ടനെ മോശമായ കണ്ണുകളോടൊന്നും കാണരുത്. അങ്ങനെയുള്ള ആളല്ല എൻ്റെ അജയേട്ടൻ. എനിക്ക് അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസ. നീലിമ വളരെ ശാന്തമായി രജനിയെ നോക്കി പറഞ്ഞു. മനസ്സിലാക്കാൻ ശ്രമിച്ചു. അന്ധമായ ആ വിശ്വാസം കണ്ട് രജനിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരേ ബെഡിൽ കിടക്കുകയാണെങ്കിൽ അത് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ പോലും നീ വിശ്വസിക്കില്ല അല്ലേ നീലിമ? നീയൊന്നും ഇനി തിരുത്താൻ കഴിയില്ലടി. അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നീ എല്ലാം വിശ്വസിക്കും. രജനി ദേഷ്യത്തോടെ പിറുപിറുത്തു. അപ്പോഴും നീലിമയുടെ മനസ്സിൽ അജയൻ പരിശുദ്ധനായിരുന്നു. സന്ധ്യാനേരമായിട്ടും അജയൻ വീട്ടിലെത്തിയിരുന്നില്ല. പകൽ വെളിച്ചം മാറി ഇരുട്ട് പറക്കുന്ന ആ സമയത്ത് വിജനമായ റോഡിന്റെ വശത്ത് ആളൊഴിഞ്ഞൊരു കാട്ടുപ്രദേശത്ത് അജയൻ കാർ പാർക്ക് ചെയ്തിട്ടിരുന്നു. കാറിനുള്ള ഇരുട്ടിൽ അജയന്റെയും രേവതിയുടെയും ശരീരങ്ങൾ ഒന്നായി ചേരുകയാണ്. ഭാര്യയെയും മകനെയും വഞ്ചിച്ചുകൊണ്ട് അവൻ രേവതിയുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ ഓരോ ചലനവും ശ്വാസവും അവൻ കാമത്തോടെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവർ തമ്മിലുള്ള ഈ രഹസ്യബന്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ നീണ്ട 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നീലിമ ഗർഭിണിയായിരുന്ന സമയത്ത് മകൻ കണ്ണനെ ഉദരത്തിൽ പേറുന്ന കാലത്തായിരുന്നു അജയനും നീലിമയും തമ്മിൽ ആദ്യമായി ഒരകലമുണ്ടാകുന്നത്. ശാരീരികമായ അകലം അജയനെ മാറ്റി ചിന്തിപ്പിച്ചു. കൃത്യമായ സമയത്താണ് അവൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് രേവതി എന്ന പുതിയ ജീവനക്കാരിയായി വരുന്നത്. തുടക്കത്തിൽ വെറും സുഹൃത്തുക്കളെ പോലെ ഇടപഴകർ കാലക്രമേണ പരസ്പരം ശരീരങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. ഭാര്യ വീട്ടിൽ മകനെ പ്രസവിക്കാൻ വേദന തിന്നുമ്പോൾ ഇവിടെ അജയൻ രേവതിയുടെ ശരീരസുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. 5 വർഷമായി തുടരുന്ന ഈ ചതിയുടെ കഥകളൊന്നും അറിയാതെ വീട്ടിൽ അപ്പോഴും അജയന് വേണ്ടി വിളക്ക് വെച്ച് കാത്തിരിക്കുകയാണ് നീലിമ എന്ന പാവം ഭാര്യ.